ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചൂട് കാപ്പി കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന്. തലേ ദിവസം ദോശമാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നൊരു ശനിയാഴ്ചയാണ്, ക്ലാസ് ഇല്ലാത്ത ദിവസം. അപ്പോൾ നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ എൻ്റെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമാണ്. ടൗണിലൊക്കെ ഒന്ന് പോകണം. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു സാമ്പാറും കൂടെ വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഫ്രിഡ്ജിൻ്റെ അകത്ത് കിടപ്പില്ലായിരുന്നു. 1-2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങ് ചെയ്തു കേട്ടോ. പിന്നെ ബാക്കിയുള്ള മാവ് നമ്മുടെ ആ പുതിയ പാത്രത്തിൽ അങ്ങ് ഒഴിച്ചു വെച്ച് ഇതാകുമ്പോൾ കറക്റ്റായിട്ട് അങ്ങ് നിന്നോളും കേട്ടോ. അതും ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ചമ്മന്തിക്ക് കടുക് വറുത്ത് ചമ്മന്തിയും കൂടി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ കടുക് വറുക്കുമ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നുകൂടി ഇടാറുണ്ട്. അത് ഉഴുന്നിങ്ങനെ വറുത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം. പിന്നെ സാമ്പാർ വെക്കുന്നത് നിവാങ്കുഞ്ഞിന് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ സാമ്പാറുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും മീൻ വറുത്തതോ അങ്ങനെ തോരനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് ഉണ്ണാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തൊടുപുഴ വരെ ഒന്ന് പോകണം. പിന്നെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ, കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. നിവാങ്കുഞ്ഞിനെ വിളിക്കാനായിട്ട് ചാച്ചായി വരും കേട്ടോ. അപ്പോൾ ചാച്ചായി നിവാങ്കുഞ്ഞിനെ കൊണ്ട് ഡേ കെയർ വിട്ടോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തൊടുപുഴയ്ക്ക് പോകാം കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിക്ക് കടുക് വറുക്കുമ്പോൾ എനിക്ക് ഈ വറ്റൽമുളകും ഉള്ളിയും പച്ചമുളകും കൂടെ വറുത്തിടുന്നതാണ് വലിയ ഇഷ്ടം. കാണാനും ഇഷ്ടമാണ്, നല്ലൊരു ടേസ്റ്റും ഉണ്ടല്ലോ. അങ്ങനെ ചമ്മന്തിയും റെഡിയായി. സാമ്പാറിനും കടുക് വറുത്തിട്ട് കേട്ടോ. സാമ്പാറിന് കടുക് വറുക്കുമ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ കടുക് വറുക്കുന്നതിൻ്റെ കൂടെ ചേർക്കും കേട്ടോ. അങ്ങനെ ഇഡ്ഡലിപ്പാത്രവും ദോശപാത്രവും ചായ ഉണ്ടാക്കിയ പാത്രമൊക്കെ അപ്പം തന്നെ കൈയോടെ കഴുകി വെച്ചു കേട്ടോ. അതങ്ങ് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അടിച്ചു വാരി തുടച്ച് വെച്ച് ടൗണിൽ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മേശയുടെ താഴെ ആയിട്ട് ഒരു കുഞ്ഞ് ടേബിൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ആ കിടക്കുന്ന കാരണം കൊണ്ട് തന്നെ മേശയുടെ അടിയിൽ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടേബിൾ അടുക്കളയിൽ കൊണ്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ പൊക്കത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു, പാത്രം കഴുകി വെക്കാനോ. എൻ്റെ കാല് കുറച്ച് ഇളകിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാനത് അടുക്കളയിൽ എടുത്തു കൊണ്ട് വെച്ചു കേട്ടോ. അങ്ങനെ മേശയുടെ അടിയെല്ലാം നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ നിവാങ്കുഞ്ഞിൻ്റെ ഒരു മിഠായി വാങ്ങിയായിരുന്നേ. നമ്മുടെ ഈ കിൻഡർ ജോയ് ഒക്കെ പോലെ 20 രൂപയ്ക്ക് ഒരു മിഠായി കിട്ടില്ലേ, ആ മിഠായിക്ക് അകത്തുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ലൈറ്റ്. അപ്പോൾ ഇപ്പം രാത്രി ഞാൻ ഈ ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. നമ്മുടെ ഈ ചാർജറിൻ്റെ അറ്റത്ത് ഇതുപോലെ കുത്തി വെച്ചിട്ട് കിടന്നാൽ മതി, നല്ല വെട്ടമുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയതായിട്ട് ചുക്കിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുക്കിരിയൊക്കെ തൂത്തിട്ട് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ക്രിസ്മസ് ട്രീ ഞങ്ങളൊക്കെ ഈ മരത്തിൻ്റെ ചില്ലയൊക്കെ വെട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പുൽക്കൂടാണെങ്കിലും ചാച്ചായി പോയി മറ്റേ തെരുവ് പുല്ലെന്ന് പറഞ്ഞൊരു പുല്ലുണ്ട്, നല്ല മണമുള്ള ഒരു പുല്ലാണ്. അപ്പോൾ തെരുവ് പുല്ല് മുറിച്ചുകൊണ്ട് വന്നിട്ട് അത് വെച്ചാണ് പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ തെരുവപ്പുല്ലിൻ്റെ മണമാണ്, നല്ലൊരു മണമാണ് കേട്ടോ ഈ തെരുവപ്പുല്ലിന്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ക്രിസ്മസ്. ഇപ്പോൾ ട്രീ ഉണ്ടാക്കാനായിട്ട് പ്ലാസ്റ്റിക് ട്രീ ആണ് കേട്ടോ മേടിക്കാൻ പോകുന്നത്. അങ്ങനെ അടുക്കളയും കൂടെ അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്കിനി തുടയ്ക്കാം. പിന്നെ ഈ ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഡെറ്റോളും നമ്മുടെ ഹാൻഡ് വാഷാണോ അതോ പാത്രം കഴുകുന്ന ലിക്വിഡാണോ എന്നറിയത്തില്ല, എന്തോ ഒരു സാധനം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അത് ഇങ്ങനെ തളിച്ചിട്ട് അങ്ങ് തുടച്ചാൽ മതി, നല്ല സ്മെല്ലും ഉണ്ട്, ക്ലീനും ആയിക്കോളും കേട്ടോ. ഇത് നമ്മുടെ ടേബിൾ മാറ്റല്ല, ടേബിൾ റണ്ണർ മീഷോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് ഈ 2 എണ്ണം കേട്ടോ. ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ മീഷോയിൽ. ഇപ്പം ഞാൻ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ വീടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അപ്പം നമുക്ക് തിരിച്ച് വന്ന് വീട്ടിലേക്ക് കയറുമ്പം ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ ചാച്ചായി വന്ന് വീട്ടിലേക്കല്ല ഡേ കെയറിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറി
കുഞ്ഞു മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ലിസ്റ്റ് എഴുതാനിരിക്കുവാണ്. ഇത് വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു കുഞ്ഞ് ലിസ്റ്റ് എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് കേട്ടോ പോകുന്നത്. നേരത്തെയും ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് പോകുന്നത്. കുറച്ച് നാളുകളായിട്ട് ആ ശീലമൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ ശീലം വീണ്ടും തുടങ്ങിയേക്കുവാണ് കേട്ടോ. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ക്രിസ്മസ് തീമിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ അനൂസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മാസ്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ശീലമില്ല, മാസ്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം മാസ്ക് മുഖമൊക്കെ കെട്ടിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തുമ്മൽ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ സമയം കളഞ്ഞ് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നിവാങ്കുഞ്ഞിനെ ചാച്ചയുടെ അടുത്താക്കിയിട്ട്, അതായത് ചാച്ചയെ വന്ന് നിവാങ്കുഞ്ഞിനെ ഡേ കെയറിലാക്കിക്കോളും കേട്ടോ. ഞാൻ ബസ് കയറി തൊടുപുഴയ്ക്ക് പോവാണ് കേട്ടോ. തൊടുപുഴ എത്തി ബസ് ഇറങ്ങിയത് ഞാനൊരു ബേക്കറിയിലേക്ക് കയറിയിട്ടോ. അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളവും ഒരു പപ്സും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാങ്കിലൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായയും ഒരു കട്ട്ലറ്റും കൂടെ കഴിച്ചു. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലെത്തി കേട്ടോ. ഈ സാധനങ്ങളൊക്കെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു. നമ്മളുടെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് സീമാസൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ ശരിക്കും നോക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇവിടെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടുന്ന് ഒരു നമ്മുടെ റിംഗ് ലൈറ്റില്ലേ, ഈ LED ബൾബ്, അത് 200 രൂപയുടെ ഒരു LED ബൾബ് കുറച്ച് കളർ ഫെയ്ഡായിട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് 50 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്മസ് ട്രീയുടെ. അങ്ങനെ ഞാൻ ബെല്ലും ബോൾസും ട്രീയുടെ അറ്റത്ത് വെക്കാനുള്ള ഒരു സ്റ്റാർ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞിന് പനിയായത് കാരണം ചിലപ്പോൾ ചാച്ചയെ വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ചിലപ്പോൾ അവൻ ഡേ കെയറിലിരിക്കില്ല. ആൾക്ക് പനിയൊക്കെയാണ്, വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ ഡേ കെയറിലിരിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ചാച്ചയുടെ കൂടെ അവൻ വീട്ടിലേക്ക് പോകും. അപ്പോൾ നിവാങ്കുഞ്ഞിന് വരുന്നതിന് മുമ്പായിട്ട് ഈ ട്രീ സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ LED ബൾബ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആഴ്ചയിൽ 3 ദിവസം വെച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന LED ബൾബും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ പച്ച തോരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ സത്യത്തിൽ ഒരെണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഒരു 2-3 എണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ട്രീ കുറച്ച് തിക്കായിട്ടിരുന്നേനെ കേട്ടോ. നമ്മൾ ട്രീ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇതിന് പുറമേ ഇങ്ങനെ ചുറ്റി വെക്കുവാണെങ്കിൽ ട്രീ നല്ല തിക്കായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ട്രീ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഒരു റെഡ്, ഗ്രീൻ ആൻഡ് ഗോൾഡൻ ഒരു തീമിലാണ് കേട്ടോ ഞാൻ ഈ ട്രീ സെറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പം ഇങ്ങനെ ഒരുപാട് കളറുകൾ ട്രീയിൽ വെക്കുന്നത് അത്ര താല്പര്യമില്ല കേട്ടോ. ഒന്നെങ്കിൽ റെഡ്, ഗ്രീൻ അങ്ങനെ എന്തെങ്കിലും ഒരു കളറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ റെഡും ഗ്രീനും ഗോൾഡനും അങ്ങനെ ഒരു തീമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞ് ട്രീ ആയിരുന്നു കേട്ടോ. 470 രൂപയുള്ളൂ ഇതിന്. ടൗണിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നിവാങ്കുഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ട്രീ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിതൊരു അരമണിക്കൂറും കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നിവാങ്കുഞ്ഞ് വന്നപ്പോഴത്തേക്കും നിവാങ്കുഞ്ഞിന് ഭയങ്കര സന്തോഷമായേ. അങ്ങനെ നമ്മുടെ ട്രീയുടെ ജോലികളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് ചോറ് ഇരിപ്പുണ്ട്, സാമ്പാറും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടൗണിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചുകൊണ്ടാണ് വന്നത്, നമ്മുടെ കേര. അപ്പം കേരയൊന്ന് വറക്കണം. അതൊക്കെയാണ് ഇനിയുള്ള ജോലികൾ. നമ്മുടെ ട്രീ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ട്രീ ആയിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞിന് അതിൽ നിന്നൊരു ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ എടുത്തു കൊടുത്തു. അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഓടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കേര, മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ തിരുമ്മി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് തിരുമ്മി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാമ്പാറും മീൻ പൊരിച്ചതും മാങ്ങാച്ചാറൊക്കെ കൂട്ടി ചോറും വെച്ച് കിടന്നുറങ്ങി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.